ടീച്ചറും Good morning, all. Good morning, ma'am. Good morning, ma'am. നമ്മള് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. ലൈബ്രറി സർവീസ് ഞങ്ങള് ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തത് ലൈബ്രറി സർവീസിന്റെ ആണ്. അതെ. നമുക്ക് ലാസ്റ്റ് ഒരു ഭാഗം കൂടി എടുത്തായിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മുടെ പ്രോഗ്രസ് സിറ്റുവേഷൻസും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു നിർത്തിയായിരുന്നു. അതിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പ്രോബ്ലം സിറ്റുവേഷൻസും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡയറ്ററി ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ഇതില്. അതില് പ്രോബ്ലംസിൽ പ്രധാനമായിട്ട് വരുന്നത് നമുക്കറിയാം, ഡയറ്റീഷ്യൻസിന്റെ അടിസ്ഥാനത്തില് അവർ പറയുന്ന രീതിയിലെ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ട് നഴ്സുമാര് അതനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണോ ഓരോ പേഷ്യൻസിനൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അത് കൃത്യമായതയോട് കൂടിയിട്ടല്ല തയ്യാറാക്കിയെങ്കിൽ അവർ നമ്മുടെ ഡിസ്പ്യൂട്ട് തർക്കങ്ങളിൽ വരാനുള്ള then complaints against the department. Okay, complaints against the department with regard to quality of food. നമുക്കറിയാം ഭക്ഷണ കാര്യത്തിൽ പ്രധാനമായിട്ട് ഒരു പ്രോബ്ലം വരുന്നത് ഫുഡിന്റെ ക്വാളിറ്റി കുറയുമ്പോഴാണ് അല്ലെ. എപ്പോഴും കംപ്ലൈൻസ് അങ്ങനെയുള്ള കംപ്ലൈൻസ് വരാം. പിന്നെ നമ്മള് ആൻഡ് റോബറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള കളവുകളൊക്കെ ഒരു ചെറിയൊരു പാക്കറ്റൊക്കെ മിസ്സിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തപ്പികളൊക്കെ വരുന്നതാണ്. അതേമാതിരി തന്നെ ബിഗ് ഫ്രോഡ്സ്, അതായത് വലിയ ബൾക്കായിട്ട് ചിലപ്പോണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിക്ക് തന്നെ വെച്ച് സ്കിപ്പായി പോലെ ചാക്ക് കണക്കിന് സാധനങ്ങൾ ചിലപ്പോൾ അതിലൂടെ തന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകുന്ന ഒരു അവസരങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ് നമുക്കറിയാം, അതായത് ഒരു ഫുഡുമായി ബന്ധപ്പെട്ട കാരണം കൊണ്ട് ചിലപ്പോൾ അവിടേക്ക് കൂടുതൽ വേസ്റ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി തന്നെ ക്ലീൻ ചെയ്തില്ല, ഒന്നാമത് തന്നെ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം അവിടേക്ക് മണമൊക്കെ ആയിട്ട് വരും. ചില ഇതികളിലൊക്കെ അല്ലെ സർവീസ് നല്ല ഫുഡൊക്കെയാണ്, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ ക്ലീനിങ് അത്ര ഇതല്ല എങ്കിൽ നമ്മൾ അത് ആ ഒരു ഇതില് ആ ഒരു
സർവീസിനോട് അറ്റാച്ച് ചെയ്ത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസിന്റെ കാര്യമാണ് നമ്മൾ ആ പ്രോബ്ലം സിറ്റുവേഷൻസിൽ നമുക്ക് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് can be applied in directly. ആ ഒരു ഭാഗം കൂടിയാണ് വീണ്ടും പറയാവുന്നത്. അതായത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ് പോയത്. എന്തെങ്കിലും പ്രോബ്ലം സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലെ. Policies and procedures that can be applied in directory എന്ന് പറയുന്നത് dietitians is liable for the quantity and the quantity of food items. അതായത് dietitians പ്രധാനമായിട്ടും അവര് ബാധ്യസ്ഥരാണ്. നല്ല രീതിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് കൊടുക്കാനായിട്ട് അവര് ബാധ്യസ്ഥരാണ്. വീണ്ടും പറയുന്ന പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഗിവൺ ടു ദ ഓഫീസർ ഇൻ ചാർജ്. അതായത് നമുക്കറിയാം ഒരു ഡയറ്റീഷ്യന്റെ ചാർട്ട് അനുസരിച്ചിട്ടുള്ള ഭക്ഷണം പ്രദാനം ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്തുക്കൾ നേരത്തെ കൂട്ടി വാങ്ങിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു അധികാരം ഇൻചാർജുള്ള പർച്ചേസിംഗ് ഇൻചാർജുള്ള വ്യക്തിക്ക് ചെയ്തു കൊടുക്കണം. Inconsistent 3 or 4 members should be inspected the food items received. അതായത് 3-4 വ്യക്തികളെല്ലാം ഇത് എല്ലായ്പ്പോഴൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. Everything should be correctly maintained and cleaned. എല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിച്ചു പോകുന്നുണ്ടോ? ഒക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Then proper sanitation and clean lines that includes the road in the control measure should be noticed. അതായത് നമുക്കറിയാം ധാന്യങ്ങൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഭക്ഷണങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ സ്റ്റോറിങ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൂടെയൊക്കെ കറണ്ട് ബില്ലാനൊക്കെ ആയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിക്കണം. അവിടെയെല്ലാം ശുചിത്വം ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. Then supervisory staff should be ready in the patient's kitchen throughout all working hours and the work schedule should be arranged properly. അതായത് സൂപ്പർവിഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് തന്നെയാണോ ഫുഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റാഫുകൾ വന്നിരിക്കണം. ഇൻ കേസ് നമുക്കറിയാം 24 hours റണ്ണിങ് ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ചിലപ്പോൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്യണം. The ward should be visited by dietitian every day. അതായത് വാർഡില് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും തന്നെ അവിടെ വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. നമുക്കറിയാം ഇതിന്റെയൊക്കെ ഈ പ്രവർത്തകർ ഈ ഡയറ്ററി സർവീസിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളും 24 hours റണ്ണിങ് ആവേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടികളെല്ലാം കൃത്യമായിട്ട് നേരത്തെ കൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. Nurses should examine and oversee the distribution of meals in the ward. ഓരോ വാർഡിലേക്കും കൊടുത്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള ശാസ്ത്രപ്രകാരമാണോ ഓരോ പേഷ്യൻസിന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ നഴ്സുമാരും എക്സാമിൻ ചെയ്ത് പരിശീലിച്ച് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് എന്താ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ നയങ്ങൾ നടപടിക്രമങ്ങൾ എന്നുള്ള ലേബലില് ഡയറ്ററി സർവീസിന്റെ ഭാഗമാണ് നിലക്ക് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡയറ്ററി സർവീസിന്റെ ഭാഗത്തും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ടുമില്ല എങ്കിൽ നമുക്കൊന്ന് റിവൈസിലേക്ക് പോയാലോ? അതായത് മൊത്തം ഞാൻ എടുത്ത പോർഷൻസ് നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ തന്നെ ഈ ഡയറ്ററി സർവീസിലെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, നമ്മളിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, സർവീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദ്യം പരിശോധിക്കല്ലേ. ഫുഡും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അത് ഏത് ഡിപ്പാർട്ട്മെന്റ്? അതെ, ഡയറ്റീഷ്യൻ എന്നുള്ളത് ഡോക്ടർ തന്നെയാണ്.
അതുമായി ബന്ധപ്പെട്ട് അവര് സ്പെഷ്യലി പഠിച്ചിട്ടാണ്. നമ്മളിപ്പോ ഫിസിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിസിഷ്യൻസ് ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഡയറ്റീഷ്യനെ കാണാമെന്ന് റെക്കമെൻഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസ് ഡയറ്റീഷ്യനെ കണ്ടിട്ട് ആ ചാർട്ട് തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവർക്കത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ ചെയ്യാത്തത് കൊണ്ടാണ് വ്യക്തിക്ക് അനുസൃതമായിട്ടുള്ള ഡയറ്റിന്റെ ചാർട്ട് തയ്യാറാക്കാൻ ഈ ഡയറ്റീഷ്യനെ നിയമിക്കുന്നത്. അപ്പൊ ഡയറ്ററി സർവീസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഫുഡുമായി ബന്ധപ്പെട്ടുള്ള ന്യൂട്രിയൻസും അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഉൾപ്പെടുത്തി തരുന്നത് ഏത് സർവീസിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണെന്നൊക്കെ ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ ഉള്ളത് അല്ലെ. അതൊക്കെ വരുമ്പോഴും നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരൊക്കെ ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും ഫുഡിന്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ ഡയറ്റീഷ്യന്റെ ആ ഒരു പേരോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഹെൽത്തില് നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു തരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സൺസ് ആണ്, ഡയറ്റീഷ്യൻസ് ആണ് അത് നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെന്താണ്, നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ഡിസീസുകളൊക്കെ വരുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടാന്ന് വെക്കുമോ, ചിലതൊക്കെ വേണമെന്ന് ഇൻക്ലൂഡ് ചെയ്ത് നിർദ്ദേശിച്ച് തരുന്നതും എന്താണ് ഈ സർവീസിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. നമ്മൾ ഇവിടെ കുറച്ച് കണ്ടായിരുന്നു. എന്താണ് ഇതില് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉള്ള സർവീസ് ഉണ്ട്. പിന്നെ ചെറിയ ഇത്തരത്തിലുള്ള ഇതുകൾ എന്താണെന്നുള്ളത് മീൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് വയ്ക്കുക. ഓരോ വ്യക്തിയുടെയും ഡിസീസസിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭക്ഷണക്രമമാണ് കൊടുക്കുക. അത് ആ വ്യക്തിയുടെ അസുഖത്തിനെ ബേസ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി അത് വരുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പൊ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം അതൊക്കെ എന്നൊക്കെ പറയുന്നത് എല്ലാ വ്യക്തികളുടെ ശരീരത്തിൽ ഇതൊക്കെ അളവ് കുറച്ച് നേരിയ അളവിലുണ്ട്. അത് കൂടിയാലും പ്രശ്നം, കുറച്ചാലും പ്രശ്നം. അപ്പൊ അതൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഓരോ വ്യക്തിക്ക്, ചില വ്യക്തികൾക്കായിരിക്കും ഇതിന്റെ കാര്യത്തിൽ പ്രോബ്ലംസ്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ എന്താണെന്നുള്ളത് റീനിയൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ ആ കേൾക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഫെയിലിയർ വരുമ്പോഴാണ് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് നിർദ്ദേശിക്കും. അപ്പൊ ആ ഒരു മീനിങ് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. റീനൽ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിനാണ് ഡോക്ടേഴ്സ് ഇതിന്റെ ഒരു ചാർട്ട് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പൊ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഷ്യൻസിന് അല്ലെ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് ലിക്വിഡ് ഡയറ്റ് ഒക്കെ കൊടുക്കുക. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിന് അവരുടെ ശരീരഭാരമൊക്കെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻ കേസ് ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ സോഫ്റ്റ് ഡയറ്റ് നിർദ്ദേശിക്കും. കാരണം അവിടുത്തെ ദഹന പ്രക്രിയകൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ നോർമലി അത് ഉണ്ടല്ലേ സാധാരണ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പതിയെ ഇന്ന സോഫ്റ്റ് ഡയറ്റുകളൊക്കെ നിർദ്ദേശിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അതേമാതിരി തന്നെ ഇതിന്റെയൊക്കെ ഇതിന്റെ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക. കുക്കിന്റെ കീഴില് അല്ലെങ്കിൽ ഇതെന്താണ് ബിയറേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയൊരു വേർഡാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വരണ്ട. ഇതൊക്കെ ആ ഒരു ടേം എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളൊക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താ ഇതിലുള്ളത്, പ്രധാനമായിട്ട് ഇൻപേഷ്യൻസിന്റെയും ഔട്ട്പേഷ്യന്റിന്റെയും കാര്യങ്ങൾ. ഔട്ട്പേഷ്യന്റ് ആണെങ്കിൽ പ്രധാനമായിട്ടും കൊടുക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ്. കാരണം അവരെ കിടത്തി ചികിത്സിക്കുകയാണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രിഫേർഡ് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഓരോ ടേംസ് പഠിക്കുമ്പോഴും ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ മോക്ക് ടെസ്റ്റിൽ ആൻസർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, പിന്നെ എന്താ ആരാണ് എക്സാമിൻ ചെയ്യുന്നതൊക്കെ ഉള്ള ചോദ്യമാണ്. ലാസ്റ്റിൽ നമ്മൾ കണ്ടായിരുന്നു ഇങ്ങനത്തെ ഇതിലൊക്കെ വരുമ്പോൾ ആരാണ് ഇത് എക്സാം ചെയ്യേണ്ടതൊക്കെ. നഴ്സസ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓപ്പോസിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫീസിന്റെ പാർട്സ് പാടില് ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ റയറായിട്ടൊക്കെ ചോദിക്കും. ഷുഡ് എക്സാമിൻ എന്നുള്ള ആ ഒരു മീനിങ്ങില് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നഴ്സസ് ആണ് അത് എക്സാമിനൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് വെച്ചിരിക്കാം. പിന്നെ എന്നാ കുറച്ച് അങ്ങനെയുള്ള എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കമേഴ്ഷ്യൽ എന്നുള്ളത് മീനിങ് നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മളത് അതിൽ നിന്ന് ആനുകൂല്യം കൈപ്പറ്റുന്നത് അല്ലെ, അവരുടെ ആ സേവനം കൈപ്പറ്റുന്നത്.
അതുകൊണ്ടാണ് കമ്മീഷന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്യാമ്പസ് സർവീസ് സ്റ്റാഫുകൾക്കാണെങ്കിലും സർവീസുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ടീ ഒക്കെ വരുന്നത് എന്തിന്റെ അണ്ടറിലാണ് കമ്മീഷൻ സർവീസിന്റെ ഭാഗമാണ്. അതായത് ചെറിയൊരു പേയ്മെന്റ് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ സേവനം നേടിയെടുക്കുക. അപ്പൊ അവിടെ ഒരു വാണിജ്യ ഒരു റിലേഷനുകളും വരുന്നുണ്ട്. അപ്പൊ ഈ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതില് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോകാം. Outpatient department. എന്തെങ്കിലും ഞാൻ എടുത്ത ഭാഗങ്ങളിലേക്ക് പോട്ടെ. ഇൻട്രൊഡക്ഷൻ പറയുന്നത് നമുക്ക് നോക്കിയാലോ ജസ്റ്റ്. ഓഫീസ് വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് തിരിച്ച് പറയുന്നത് നല്ലതാണ്. കാരണം അതിലെന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് അല്ലേ ആദ്യം നിങ്ങൾ ആവശ്യപ്പെടുന്നത് എടുക്കാനായിട്ട് എനിക്ക് താല്പര്യം. കാരണം അതിൽ ഡൗട്ടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റും സെക്കൻഡും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോയാൽ നോക്കാം. നമുക്ക് എയ്ത്തിന്റെ ഇത് നോക്കാം. അതായത് ഇതിന്റെ ഉള്ളിൽ ഞാനത് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം. എന്താണ് വർക്ക് ആൻഡ് ഫങ്ഷൻസ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നത് ഫസ്റ്റ്ലി എന്താണ് പ്രിൻസിപ്പൽ ഫങ്ഷൻ എന്താണ് എന്ന് പറയാം. അതായത് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണ് റിസപ്ഷനിസ്റ്റ് എന്നുള്ള കാര്യം മെയിൻ ചെയ്ത് വെക്കുക. പിന്നെ അവർക്ക് ഉള്ള പ്രത്യേകത കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അവരൊരു അവിഭാജ്യഘടകമാണ്. ഹൂ ഇൻവെന്റബിൾ പാർട്ട് ഓഫ് ഫങ്ഷൻ ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് ചോദിക്കുമ്പോൾ ഇൻവെന്റബിൾ പാർട്ടായിട്ട് വരുന്ന ഒരു പേഴ്സൺ ആണ് ആര്? റിസപ്ഷനിസ്റ്റ്. അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ലേ, അത് അവര് നമ്മളെ ശ്രദ്ധയോടുകൂടി വിലയിരുത്തുന്ന ഒരു വ്യക്തികളാണ്. കാരണം അവര് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നതും അതേമാതിരി തന്നെ കസ്റ്റമേഴ്സിന് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന മാതിരി തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പേഷ്യന്റ് വന്നിരിക്കുന്നത്, എന്താണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് അവർക്കും എത്തിക്കുന്നത്. ഇപ്പൊ ഏത് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനാണ്. അപ്പൊ ഒരു സെൻട്രലി പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് ആര്? നമ്മുടെ റിസപ്ഷനിസ്റ്റ്. അങ്ങനെ പ്രത്യേക പദം യൂസ് ചെയ്തിരിക്കുന്ന വേർഡുകളെല്ലാം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കണം. ഒരു ഇൻവെന്റബിൾ പാർട്ടാണെന്ന് പറയുന്നു, അതേമാതിരി തന്നെ സെൻട്രലി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. അതേമാതിരി തന്നെയാണ് അവരുടെ ഫ്രണ്ട് ഓഫീസിന്റേതായ റൂമില് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ പെരുമാറേണ്ടതുണ്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഇതുകൾ അവരിൽ നിന്ന് ചോദിച്ചറിയാനായിട്ട് നല്ലൊരു രീതിയിൽ അവരോട് വളരെ എന്താ പറയാ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ തന്നെ അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് അവർ വർദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുക. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഇതില് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അറ്റാച്ച് ചെയ്തായിരുന്നു. പക്ഷേ നോക്കട്ടെ.
പിന്നെ നമ്മളുടെ ഇതിൽ പറയുന്ന ഒരു കാര്യം ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണെന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് പേഴ്സൺ ഓഫീസ് പൊസിഷനില് ഫസ്റ്റ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പേര് പറയുന്നത് ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അദ്ദേഹം തന്നെയാണ് അവരെ ചോദിച്ചറിയുന്നത്. അതേമാതിരി തന്നെ അവരിൽ നിന്നാണ് കസ്റ്റമേഴ്സ് എല്ലാ കാര്യങ്ങളും അവരുടെ വോയിസിൽ നിന്നാണ് ചോദിച്ചറിയുന്നത് അല്ലെ, മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാലും ആരാണ് റിസപ്ഷനിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ എന്താണ് ഇതിൽ വരുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് CRM കുറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഫങ്ഷൻസിൽ വരുന്ന കാര്യം പറയുമ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഇതുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങൾ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇവരെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ മനസ്സിലാക്കിയത്. ഓരോ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ചില മൂല്യങ്ങൾ കൂടി കസ്റ്റമേഴ്സ് കണക്കാക്കുന്നുണ്ട്. ഒരുപക്ഷെ ആവട്ടെ നല്ല ഡോക്ടറിന്റെ സേവനമാണ്, അതല്ലെങ്കിൽ നല്ല സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കുറെ കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കിയിരിക്കാം. പിന്നെ അവരുടെ സർവീസുകൾ നമ്മൾ പറഞ്ഞു, കുറച്ച് സർവീസുകൾ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. ചില ഹോസ്പിറ്റലുകാര് നമുക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ ചിലപ്പോൾ വാട്സപ്പിലൂടെ നെറ്റിലൂടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നെ വീണ്ടും അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ ഒന്ന് നോക്കാം. പിന്നെ ഒരു കസ്റ്റമേഴ്സിന്റെ ആ ഒരു ഡിറൈവ് ചെയ്തിരിക്കുന്ന വേർഡ് എന്താണെന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തിരിക്കാം. ഒരു മീൻ ബൈ കസ്റ്റം എന്നുള്ളത് ഹാബിറ്റ് എന്നുള്ള ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ് കസ്റ്റം എന്ന വേർഡ് വന്നിരിക്കുന്നത്. മിക്കവാറും കോമ്പറ്റൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്റർ ഈ PDF നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ എളുപ്പമായിരുന്നു. ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ അപ്പൊ ഞങ്ങൾ സമയം ചിലപ്പോഴത്തേക്ക് കളയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് തരും. ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഓരോ പേജസും എടുത്ത് പോവുകയാണ്, ഇങ്ങനെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകണം എന്നാണ്. അപ്പൊ അതിന്റെ ഫങ്ഷൻസിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിസപ്ഷനിസ്റ്റിന്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. കസ്റ്റമറിന്റെ ഭാഗത്ത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം, ആ വേർഡുകൾ എങ്ങനെ ഡിറൈവ് ചെയ്ത് തരുന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. പിന്നെ CRM അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് അതിന്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള CRM-ന്റെ യൂസേജ് എന്താണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അതായത് CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. CRM-ലൂടെയാണ് കസ്റ്റമേഴ്സ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽസിന്റെ ബേസിലാണ് എന്താണ് ഹോസ്പിറ്റലുകാര് ഓരോ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി വീണ്ടും എന്താണ് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലെ, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്, പേഷ്യന്റിന്റെ അഡ്മിഷൻ തുടങ്ങിയ അതാണ് പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ വീണ്ടും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി അതിന്റെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓരോ ഇതുകളുണ്ടല്ലോ ഫംഗ്ഷൻസിന്റെ തന്നെ രജിസ്ട്രേഷൻ നടത്തുന്നത് എന്താണ്, അതേമാതിരി തന്നെ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്, ക്യാഷ് കളക്ഷൻ, ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്, അത് എന്താന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ഇൻഫോർമേഷന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് നികുതിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ഏത് ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്, ഏത് ഫംഗ്ഷന്റെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് എന്ന ഒരു ഇതിന്റെ അണ്ടറിലുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് അല്ലെ, ആയതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കാം. കാര്യങ്ങൾ എന്തായാലും ഗ്രഹിച്ചു വെക്കണം, എന്തായാലും PDF. കാരണം നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് കിട്ടിയ കാര്യമല്ല, നമുക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മള് മറുപടി പറയും. അതുകൊണ്ട് വായിച്ചെന്തായാലും നിങ്ങൾ പോകണം. മോക്ക് ടെസ്റ്റ് ഒരു പക്ഷേ ഇതേമാതിരി തന്നെ ഈ എക്സാമിനേഷനിൽ നിങ്ങൾ
ഇന്ന പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി തരത്തിലുള്ള ക്വസ്റ്റ്യൻസും മറ്റു ക്വസ്റ്റ്യൻസ് ചെറിയ ചെറിയ അതുമായി ബന്ധപ്പെട്ട വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി. പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കാതെ. അപ്പൊ അത് ജസ്റ്റ് അതിന്റെ ഒരു രീതി എന്ന എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് വെക്കുക. കാരണം ഇന്റർവ്യൂ ബോർഡിന്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണയുണ്ടായിരിക്കും. ആ ധാരണ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ വായിച്ചു പോകുന്നതോടൊപ്പം തന്നെ ആ ഒരു കാര്യം കൂടി ഗ്രഹിച്ചത്. പിന്നെ വീണ്ടും എന്താണ് കസ്റ്റമേഴ്സിന്റെ ലീവ് നമുക്കറിയാം. കുറെ ലീവുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ് വ്യക്തികളുടെ ഡിസ്കൺസ് സർവീസ് എന്ന് വെച്ചാൽ മര്യാദ ഇല്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പോകുന്നതെന്നുള്ള കാര്യം. പിന്നെ അവരെന്താണ് കസ്റ്റമേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, പിന്നെ കുറച്ച് ഇതിന്റെയൊക്കെ ഫുട്ബോൾ ഒക്കെ ജസ്റ്റ് ചെറുതിന്റെ ഒക്കെ എങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെന്താണ് ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾ നോക്കാം. അതായത് കസ്റ്റമേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ചില ചലഞ്ചസ് ആണ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. മെയിൻ ഗോൾ എന്താണ്? പ്രധാനമായിട്ടുള്ള മെയിൻ ഗോൾ എന്ന് പറയുന്നത് അവരെ സ്മൈലി സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കസ്റ്റമേഴ്സിനെ അവിടെ നിന്ന് പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്ന് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തരുടെയും ഡെസ്പാച്ചിലുള്ള റോളുകൾ എന്താണ് അത് ജസ്റ്റ് ഓർത്ത് വെക്കണം. കാരണം അത് എളുപ്പം ചോദ്യങ്ങൾ വെച്ച് ഉള്ള ഏത് ഡിപ്പാർട്ട്മെന്റാണ് അല്ലെങ്കിൽ ആരാണെന്നുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം കാര്യം കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും മണ്ടറിൽ വരുന്ന ആ ഒരു ഫംഗ്ഷൻ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ നമുക്കറിയാം ടൈമിങ്ങിന്റെ കാര്യത്തിൽ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ഷിഫ്റ്റ് ആണ്, 24 hours വർക്കിംഗ് ആണ്. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കുറെ കാര്യങ്ങൾ അവർ ചെയ്തു പോകുന്നുണ്ട്, ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾക്ക് അവർക്ക് എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യേണ്ടതുണ്ട്. 2-3 കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ അതെല്ലാം ഫസ്റ്റ്ലി പ്രയോറിറ്റി എന്തിനാ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട് നെക്സ്റ്റ് ഓരോ കാര്യങ്ങളിലേക്ക് ചെയ്യണമെന്നുള്ള കാര്യം. പ്രധാനമായിട്ടും ഉള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ജോബുകളെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. ഓരോ ഫണ്ടുകൾ അല്ലെ ഓരോ ഇതുകളും വരുമ്പോഴും ഉറപ്പുവരുത്തേണ്ട. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഒരു ഇതിൽ വന്നിട്ട് ഹൂ എൻഷുർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും പൊതുവെ ഞാൻ ചോദിച്ച് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇതെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണെന്നുള്ളത്. നോർമലും പല ചോദ്യങ്ങളും പല PDF കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആരുടെ ഡ്യൂട്ടിയാണെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ട് വരും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് മനസ്സിലാക്കി തന്നെ വെക്കുമ്പോൾ എന്താണ് അത് ആരുടെ ഡ്യൂട്ടിയാണ്, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണോ അതേതാണത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നേഴ്സിംഗിന്റെ ആ ഒരു ചാപ്റ്ററിലുണ്ട് കുറെ നഴ്സുമാരുണ്ട് അല്ലെ. അവര് അത് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണോ അല്ലെങ്കിൽ ചാർജുള്ള നഴ്സിന്റെ ഡ്യൂട്ടിയാണോ എന്നൊക്കെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മാതിരി റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ഏതെങ്കിലും ഒരു ഡ്യൂട്ടി എന്നൊക്കെ ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെയുള്ള പ്രത്യേകത ഈ ചാപ്റ്ററിലുള്ള ഇതിൽ വരുമ്പോൾ അതിന് പറ്റുന്ന ഒരു ഇതായിരിക്കും. ടെസ്റ്റ് മാത്രമേ തന്നെ അതിന് പറ്റുന്ന തരത്തിലുള്ള ഇതുകളായിരിക്കും തരുന്നത്, ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഒന്നിച്ച് എല്ലാം ചാപ്റ്റേഴ്സിന്റെയും ഉള്ളിലുള്ള പേഴ്സൺസിനെ വെച്ചിട്ട് വരുന്നത് കുറവാണ്. കേസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ചു വെക്കുക. ഓരോ ഡ്യൂട്ടീസും മാറിയത്. പിന്നെ അത്രയും കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഡോൺസ് അതായത് ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങള് ഫ്ലോ ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയോ ചോദിച്ചപ്പോ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ വിവരിക്കേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞത് ജസ്റ്റ് ഫ്ലോ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. എന്തെങ്കിലും ഒരു ഐഡിയ ഞാനിപ്പോ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കിട്ടിയോ? ഒരു റിസപ്ഷനിസ്റ്റിന്റെ കാര്യമെങ്കിലും ഓർമ്മയിൽ വന്നോ? PR എന്നുള്ളൊരു ടേം അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുത്തോ? ഞാൻ എല്ലാവരും കൂടി മനസ്സിൽ പറയുന്ന ഓർത്തിട്ടാണ് ഞാൻ അത് ചെയ്ത് വെച്ചത്. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. Do you know why customer leave എന്നുള്ള ഭാഗം പറയാം. പറയാം.
ആ ഒരു ഭാഗത്ത് പറയുന്നത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോകുന്നതിനുള്ള കാരണങ്ങളാണ്. ഒന്ന്, 1% എന്താണ് മരിച്ചു കഴിയുമ്പോൾ അവിടെ അതെവിടെയാണ്. അതെന്തായാലും ഫ്രണ്ട് ഓഫീസിലുണ്ട്. പേജ് നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എന്റെ കയ്യില് പേജ് നമ്പർ ഇല്ല. അത് ആ ഒരു റിപ്പോർട്ട് അതൊക്കെ റിപ്പോർട്ട് മേക്കിങ്ങിന്റെ ഒക്കെ അണ്ടർമായിട്ട് വരുന്നു. വൈ കസ്റ്റമർ 1% മരിച്ചു പോകുന്നു. ഓക്കെ, മറ്റൊന്നുള്ളത് പിന്നെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് 3% മൂവ് അവേ അല്ലെ. മറ്റൊരു ഇപ്പൊ ഡോക്ടർ പറയുകയാണ് ഇവിടെ ഈ സേവനം കുറവാണ്, നിങ്ങൾക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ഡോക്ടറുടെ സേവനം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രോഗിക്ക് പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയും. 5% ഡെവലപ്പ്. നിങ്ങൾ ഇനി ഇതൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ഡൗട്ട് ചോദിക്കട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് പോകുന്നത് അത് മാറിപ്പോ ഡൗട്ട് ചോദിക്കാം. ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ആള് ഡൗട്ട് ചോദിച്ചോളൂ, ഏതെങ്കിലും ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. നോക്കാം. 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. അതായത് മറ്റൊരു റിലേഷൻഷിപ്പ് നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞത്, നമ്മൾ ഒരു പക്ഷേ ലേഡീസ് ഒക്കെ ആവുമ്പോൾ വേറൊരു റിലേഷനിലേക്കൊക്കെ പോകുമ്പോൾ, വേറൊരു പ്ലേസിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിനെ വിട്ടുമാറി ആ പ്ലേസുകളിലേക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം, അവരുടെ ബന്ധുക്കളുടെ റിലേഷനൊക്കെ വെച്ചിട്ട് എന്താണ് ആ ഒരു റിലേഷനിലേക്ക് ആ ഡോക്ടറിന്റെ ഫെസിലിറ്റീസ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുക്കാം. 9% ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്. അതായത് കോമ്പറ്റീറ്റീവ് റീസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മത്സരം എന്നുള്ള രീതിയിൽ ചില ഹോസ്പിറ്റലുകാര് ചില കാര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. തന്നെ അതൊക്കെ ചെറിയ ചെറിയ ഫീസ് ആയിരിക്കും. മറ്റു ഹോസ്പിറ്റലുകാര് ചില കൂടുതൽ ഫീസ് ചെയ്താക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി കൊടുക്കില്ല. അങ്ങനെയൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് റീസൺ വരുമ്പോൾ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കും. 14% are dissatisfied with the product or service. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ സേവനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ചില മെഷീൻസ് എല്ലാം വർക്കിംഗ് അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ, എന്തെങ്കിലും ആ ഒരു സേവനങ്ങളൊന്നും തൃപ്തികരമല്ലാതെ അവിടെ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം. Then 68% because of a rude or discourteous services. അതായത് അവരുടെ ബിഹേവിയർ കുറച്ച് പെരുമാറ്റം പെരുമാറ്റ രീതി, ആ ഒരു പെരുമാറ്റ രീതി ഇഷ്ടമല്ലാതെ വരുമ്പോഴാണ് എന്താണ് അവര് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നത്. അതായത് ചിലപ്പോൾ ഡോക്ടർ നല്ല പക്ക പ്രൊഫഷണൽ ആയിട്ട് നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും അവരുടെ പെരുമാറ്റ രീതിയൊന്നും അവർക്ക് ആ പേഷ്യന്റിന് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ അവര് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ലീക്ക് വരുന്നത് കൂടുതലും പരുഷമായ റൂൾ ഓഫ് ഡിസ്കോർട്ടേഴ്സ് എന്ന് വെച്ചാൽ മര്യാദയില്ലാത്ത പെരുമാറ്റ രീതി കൊണ്ടാണ് അവിടെ വിട്ട് പോകുന്നത് എന്നുള്ളത്. ഇനി വേറെന്തോ ആരോ ചോദിച്ചായിരുന്നു, ഒന്നുകൂടി ഒന്ന് പറയാമോ എന്താണ് ഇത് ഭാഗമാണ്? ഇത് ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആയോ? ചോദിച്ച ആള് ഇത് ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഓക്കെ. ഇനി വേറെ ഏത് ക്വസ്റ്റ്യനോ ഒരാള് പോലെ പറഞ്ഞിരുന്നോ? വിഷമൊന്നുമില്ല. നമുക്ക് മറ്റേതെങ്കിലും ചാപ്റ്ററിലേക്ക് പോകാം. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ റോള് ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്റ്റാഫ് ഇതില് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ റോൾ ഇതിൽ എന്താണെന്നല്ലേ നമ്മളിപ്പോ പറഞ്ഞതില്. അതായത് ഇതില് കസ്റ്റമർ ലീവ് ചെയ്യുമ്പോൾ ഈ 68% ലീവ് ബിക്കോസ് സർവീസ് പറഞ്ഞാൽ മര്യാദയില്ലാത്ത പെരുമാറ്റ രീതിയിൽ കൂടുതലും റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്ത് നിന്നല്ലേ അവരൊക്കെയാണ് നമ്മളെ വെൽക്കം ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് അവിടേക്ക് അഡ്മിഷൻ ഒക്കെ കൊടുക്കും. അവര് പറഞ്ഞ രീതികളൊന്നും അനുസരിച്ചിട്ടല്ല അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റ രീതിയെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകും. അതായത് റിസപ്ഷനിസ്റ്റ് നല്ല രീതിയിൽ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ നമ്മളെ കൈകാര്യം ചെയ്ത് വെൽക്കം ചെയ്ത് ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ കേൾക്കുന്നത്. പക്ഷെ അവര് പറയുന്ന രീതിയിലല്ലാതെ വരുമ്പോൾ അവരുടെ ഇൻ കേസ് അവര് നല്ല രീതിയിലല്ല നമ്മൾ വെൽക്കം ചെയ്ത് കേൾക്കുന്നെങ്കിൽ തന്നെയും അതെന്താണ് ആ ഹോസ്പിറ്റലിൽ വിട്ടു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലെ? നല്ല രീതിയിലല്ല. അതാണ് ആ ഒരു ഫ്രണ്ട് ഓഫീസ്
ഒക്കെയുള്ള ഒരു ഡ്യൂട്ടി പ്രധാനമായിട്ടുള്ള റോളാണ് അത് വരുന്നത്. അതിന്റെ ഇതില് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെരുമാറ്റ രീതി ആയിരിക്കണം റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടതെന്ന് കൂടുതൽ കെയർഫുള്ളോടുകൂടി പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നതാണ് ആ പെർസെന്റേജ് കാണിച്ച്. ഏറ്റവും കൂടുതൽ നല്ല മര്യാദ കാണിക്കേണ്ട ഒരു രീതി. അതിപ്പോ റിസപ്ഷനിസ്റ്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ, വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളിലും റിസപ്ഷനിസ്റ്റിന്റെ വിങ്ങുകളുണ്ട്. ആദ്യം ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് മാത്രമല്ല, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് കുറെ വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിന് അതിനോട് ചേർന്ന ഒരു കൗണ്ടിങ് ഓരോ നമ്മള് വ്യത്യസ്ത ഒരു മേഖലകൾ കണ്ടില്ലായിരുന്നോ? അതില് ഏതോ ഡെസ്കുകൾ, ഓരോ ഡെസ്കുകൾ നമ്മൾ പറയല്ലേ, റോൾ ഓഫ് ഹെൽത്ത്, റിസോഴ്സ് ഡെസ്ക്, അപ്പോ റോൾ ഓഫ് ഹെൽത്ത്, ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, അവിടെല്ലാം എന്താണ് ഓരോരോ പേഴ്സണാണ് റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി പോലെ തന്നെയാണ് അവർ ആ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള പെരുമാറ്റ രീതി വരുമ്പോഴാണ് ഇങ്ങനെ വ്യക്തികൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും നമുക്ക് ഇല്ല. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇതിൽ എടുത്തിട്ടേക്കണ ഇത് ഇൻട്രൊഡക്ഷൻ കിടപ്പുണ്ട്. ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഭാഗങ്ങളിൽ ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗം ക്ലിയർ ചെയ്ത് പോകാൻ എന്തെങ്കിലും നോക്കാം. ഇൻട്രൊഡക്ഷനില് ഇവിടെ നിങ്ങൾ ആ വേർഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ കാര്യം നോക്കാം. പിന്നെ എന്താണ് അല്ലെ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ കാര്യം. WHO ആ ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ അപ്പം എങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ കാര്യം. സാധാരണയായിട്ട് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും അവിടെ നിന്ന് കിട്ടും അല്ലെ. നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ള സർജിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റും അവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യമൊക്കെ എന്താക്കാം. പൊതുവെ എന്താണ് രോഗം എന്താണെന്നുള്ള രോഗശമനം അതൊക്കെ പൊതുവെ ഇതെല്ലാം കൂടി കൂട്ടിയതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത്. ചെറിയൊരു ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവുന്ന ഒരു ഭാഗമാണ് ഇത് വരുന്ന. കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. ഏതാണ് നാച്ചുറൽ അല്ലെങ്കിൽ എന്താണ് അപ്ഡേഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും അവിടെ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്. പൊതുവെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടാറ്. പിന്നെ എന്താണ് നമ്മുടെ ആരോഗ്യത്തിനെ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് ഘടകങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നാം പറയുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതിൽ വല്ല ഡൗട്ടുകളുണ്ടോ? വീണ്ടും ഒരു ചാപ്റ്റർ നമുക്ക് ഇതിൽ കൊണ്ടുപോകുമ്പോൾ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാം. അതില് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസിൽ നമ്മൾ ഇതേമാതിരി തന്നെ ഏത് എന്താണല്ലേ അത് കുറച്ച് ഇതിലൊക്കെ കണ്ടായിരുന്നു. അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അറിയാം. ടീച്ചർ നാളെ ക്ലാസ് ഇല്ലയോ? നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുമായിരിക്കും എന്താണെന്നുള്ളത്. അതൊക്കെ അതല്ല മാനേജ്മെന്റ് ടീച്ചറെ, നാളെ ഇല്ലയോ? മറ്റേ റോസ് മിസ്സും മറ്റേ തട്ടകെട്ട മിസ്സിന്റെ ഒന്നും ക്ലാസ് ഇല്ലയോ? അത് റിവിഷൻ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. നാളെ മുതൽ സ്റ്റഡി ലീവ് പറഞ്ഞിരിക്കുക. 27 തൊട്ടല്ലയോ സ്റ്റഡി ലീവ്?
കൃത്യമായിട്ട് ആ ഒരു ഇരുപത്തി കാര്യങ്ങളൊന്നും ഞങ്ങളല്ല, അതൊക്കെ ഡിപ്പാർട്ട്മെന്റാണ് മാനേജ്മെന്റിന്റെ നാളെയാണ് 27. അതായത് അവരാണ് ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്തു തരിക എന്നതറിയാണ് എന്നുള്ള കാര്യമൊക്കെ. എന്തായാലും എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരി സമയം ഗ്യാപ്പ്, അതായത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ റിവൈസ് ചെയ്യാതെ, അതായത് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പോർഷൻസിൽ ഒരു 5 ചാപ്റ്റേഴ്സ് ഒന്നിച്ചെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സ്പീഡി ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ. അപ്പോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. മിസ്സേ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും വെറുതെ വായിച്ചാൽ മതി, അത് മനസ്സിലാകും. ബാക്കി പ്രയാസം വന്ന് ഫ്രണ്ട് ഓഫീസ് ആണ്, കുഴപ്പമില്ല. വെന്റിലേറ്ററും ഓപ്പറേഷൻ തിയേറ്ററും കുഴപ്പമില്ല. ജസ്റ്റ് ടീച്ചർ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇപ്പൊ ഏതാണ് വെന്റിലേറ്ററിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും അല്ലെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 ചാപ്റ്റർ നിങ്ങൾക്ക് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഫ്രണ്ട് ഓഫീസ് നാളെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലേ, നിങ്ങളുടെ ഡൗട്ടുകൾ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തു. ഇനി വെന്റിലേറ്റർ ഓപ്പറേഷൻ തിയേറ്ററും ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതായിരുന്നു. ഓക്കെ, നോക്കാം. എന്താണ് വെന്റിലേറ്ററിൽ പ്രധാനമായിട്ട് നമുക്കറിയാം, വെന്റിലേറ്റർ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജുകളൊക്കെ വരുമ്പോഴാണ് വെന്റിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് മ്യൂട്ട് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മാർക്കിംഗ് ഡിസ്റ്റർബ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് നമുക്ക് അൺമ്യൂട്ട് ആക്കാം. ഓക്കെ, അപ്പൊ എന്താണ് വെന്റിലേറ്റർ എന്നുള്ളത് എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം. നമ്മുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് പറയുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്ററിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ വെന്റിലേറ്ററിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഇഞ്ചുറീസിന്റെ കാര്യം കുഴപ്പമില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കണമെന്ന് പറയുന്ന ടൈമില് അൺമ്യൂട്ട് ആക്കി തരാം. ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമില് ഓക്കെ. വെന്റിലേറ്ററില് നമ്മള് പ്രധാനമായിട്ട് പറയുന്ന ചില ഇതുകൾ, അല്ലെ, ചില അസുഖങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ട് വെന്റിലേറ്ററിന്റെ മെഷീന്റെ ആവശ്യകത വരാറുണ്ട്. പിന്നെ ഇതിന് വേറൊരു പേരുകൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്താണ് ബ്രീത്തിങ് മെഷീൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷൻ. പ്രധാനമായിട്ടും വെന്റിലേറ്ററിന്റെ മെഷീന്റെ ഉപയോഗം എന്താണ്? ഓക്സിജൻ അകത്തേക്ക് കൊടുക്കുകയും രോഗിക്ക് ഓക്സിജൻ പരസഹായം കൂടി, അതായത് സ്വമേധയെ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ടൈമുകളിലാണ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ വെന്റിലേറ്റർ കൃത്യമായിട്ടുള്ള നമുക്കറിയാം, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വെന്റിലേറ്റർ മെഷീൻ ഒക്കെ മസ്റ്റായിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അത് കീപ്പ് ചെയ്ത് വെക്കാതെ അതിനോടൊപ്പം തന്നെ യൂസബിൾ ആയിക്കൊണ്ടിരിക്കും. ഇൻ കേസ് ആക്റ്റീവ് ആവേണ്ട ടൈം എപ്പോഴാണെന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജുകളൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ആ വായു അകത്തേക്ക് വലിച്ചെടുക്കാനും പുറത്തേക്ക് തള്ളുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് മെഷീൻ ആണ് എന്തെങ്കിലും. അതൊരിക്കലും രോഗത്തിനെ എന്താ പറയാ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും അല്ലെ, രോഗത്തിനെ മാറ്റങ്ങൾ വരുത്തുന്നൊന്നുമില്ല, ഒരു സഹായി മാത്രമാണ് ഇത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞ മെഷീൻ. ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോഴാണ് വെന്റിലേറ്റർ മെഷീൻ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഇതുകളൊക്കെ മെഡിസിൻസിന്റെ ഒക്കെ അസുഖങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ മെഷീൻസിന്റെ പേരുകൾ എന്താന്നുള്ള കാര്യം, ബ്രീത്തിങ് മെഷീൻ ആണ്, മെക്കാനിക്കൽ വെന്റിലേഷൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ എന്താ ശവത്തിന്റെ ഒക്കെ വേർഡ് മീനിങ് ഉണ്ടത്, COPD എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് ആണ്. അതായത് ഓക്സിജന്റെ അളവ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസുഖം വരുമ്പോൾ ഈ വെന്റിലേറ്ററിന്റെ സഹായം മസ്റ്റായിട്ട് വരും. പിന്നെ എന്താണ് ARDS, അതൊക്കെ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ചില ഫുൾ ഫോം സ്റ്റാൻസ് ഫോം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും, അതായത് ഇത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ആണ് ARDS എന്ന് പറയുന്നത്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് ആണ് COPD എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ വാട്ട് ഈസ് ട്രക്കിയ എന്നൊക്കെ പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് വിൻഡ് പൈപ്പ് തന്നെയാണ്, നമ്മുടെ ശ്വസനനാളം തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ടായില്ല, അതൊന്നും ഓർത്തിരിക്കാം. നമ്മുടെ വ്യത്യസ്ത ആ ഒരു ലേബറിലാണ് വരുന്നതെങ്കിൽ ആ ഒരു മീനിങ് ഓർത്തിരിക്കണം. പിന്നെ എന്താണ് ഇപ്പൊ ശ്വസനനാളത്തിനെയൊക്കെ നമ്മൾ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്, അതല്ലേ? അപ്പൊ നമ്മളിപ്പോ ചില ഇതുകളിൽ കണ്ടായിരുന്നു, ഇതെല്ലാം വോയിസ് ബോക്സ് എന്ന് പറയുന്നത്, ലാറിങ്സ്,
അതപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ലങ്സ്, ട്യൂബ്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ത്രോട്ട്, മൗത്ത്, നോസ്, ഇതിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇത് കൊടുക്കുന്നത്, വെന്റിലേഷന്റെ സഹായം എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ ഇനി പേരുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേര് ചിലപ്പോ റയർ കേസിലെങ്കിലും അവർ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഈ ഒരു നെയിംസും കൂടി, ഓപ്ഷനിലുള്ള നെയിംസും കൂടി കൊടുത്തിട്ട് ഇതെന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്കത് കറക്റ്റ് ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഈ 2 ടേംസും നിങ്ങൾ ഓർത്ത് വെക്കണം, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്താണ്, പൊതുവെ വെന്റിലേഷൻ ഉപയോഗിക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് സർജറിയുടെ ടൈമില് ഡ്യൂറിങ് ആണെങ്കിലും റിക്കവറി ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെന്താണ്, ഇതുകൊണ്ട് പൊതുവെ നമ്മൾ എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ്, ചില മെഡിസിൻ, ചില കാര്യങ്ങളുണ്ടല്ലോ രോഗാവസ്ഥ, അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചിലപ്പോഴേ. ചില റയറായിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ്. എന്താണ് പൾമിനറി എഡിമ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഓക്സിജന്റെ ആ ഒരു ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതായത് ലങ്സ് എന്താണ് ഫ്ലൂയിഡ് കൊണ്ട് ലങ്സ് നിറയുമ്പോഴാണ് ഈ പൾമിനറി എഡിമ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നടത്താറ്. അപ്പൊ ചില ഇതുകൾ നമ്മൾ കണ്ടായിരുന്നു, ചില ഡിസീസുകൾ കണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതില് ജസ്റ്റ് എന്താണ് ഈ ഡിസീസസ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇങ്ങനെയുള്ള കേസുകളിലാണ് വെന്റിലേറ്ററിന്റെ സഹായം വരുന്നതെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. പിന്നെന്താണ്, ഓക്കെ, ഇതില് പൊതുവെ ഈ രോഗാവസ്ഥ വരുമ്പോഴാണ് വെന്റിലേഷന്റെ സഹായം വരുന്നതല്ലോ. അപ്പൊ ആ രോഗാവസ്ഥക്ക് എന്തിന്റെ സപ്പോർട്ട് ആണ് ആവശ്യമുള്ളത് എന്ന് അറിയണമെങ്കിൽ എന്താണ് രോഗം എന്നുള്ളത്. മിക്കവാറും ഓക്സിജന് ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ സിംറ്റംസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇത്തരം ഗേൾസുകൾ പല രീതിയിലൂടെയാണ് വെന്റിലേറ്റർ സഹായം കൊടുക്കണമെങ്കിൽ അത് ഇതിൽ കൂടിയാണെന്നുള്ളത് ചില ഓപ്ഷൻ ബേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പ്രത്യേകിച്ച് അതൊന്നുമില്ല. വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2-3 കാര്യങ്ങളുണ്ടല്ലേ. അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതേപോലെ തന്നെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കിടന്ന് തന്നെ അവർ ചെയ്യേണ്ടത് വരും അല്ലെ. അപ്പൊ കിടക്കുന്ന പേഴ്സൺസ് ആയതുകൊണ്ട് കിടന്നുള്ള ഇതുകളെല്ലാം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതായത് ബ്ലഡ് ക്ലോട്ട് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിലുള്ള വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നീണ്ട കാലത്തേക്ക് ഇവര് ശുശ്രൂഷ ചെയ്യുമ്പോൾ. അതൊക്കെയാണ് ഇതിൽ പ്രത്യേകം പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുക. ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ, പൾമിനറി എഡിമ എന്നുള്ളത് എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് ഫിൽഡ്, അതായത് ആക്സിഡന്റ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നമ്മളുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്തെങ്കിലും ഭാഗം ഈ വെന്റിലേറ്ററിന്റെ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഇത്രയ്ക്ക് തരേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞു സമയം ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും വേറെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്കൊന്ന് പറയാനുണ്ടോ? ഓപ്പറേഷൻ തിയേറ്റർ പറഞ്ഞായിരുന്നല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടോ നോക്കട്ടെ. ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഓപ്പറേഷന്റെ ടൈമിലാണ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിൾ എങ്ങനെ സ്ഥാപിക്കണം, അത് കൃത്യമായിട്ട് മിഡിലായിരിക്കണം. അത് നേരെ വർത്താനം ഹിസ്റ്ററി ചെയ്യാനൊക്കെ ചിരിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ടേബിൾ ആയിരിക്കണം. ആ ടേബിളിനോട് കൂടെ ചേർന്ന് നമുക്കറിയാം ചില മെഷീൻസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് ബ്ലഡൊക്കെ കൂടുതൽ ഫ്ലോ വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മെഷീൻ, അതേപോലെ തന്നെ വെന്റിലേറ്റർ മെഷീൻ, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ആ റൂം എന്ന് പറയുന്നത് നല്ല വെളിച്ചമുള്ള റൂമായിരിക്കണം, വെന്റിലേഷനൊക്കെ നല്ല സൗകര്യമുള്ള റൂമായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും വെന്റിലേറ്ററിന്റെ PDF ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുക.
പോകാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രത്യേകതകളുണ്ട്. കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. PCC ഒക്കെ എഴുതുന്ന സ്റ്റാഫിന്റെ പേരൊക്കെ നോട്ട് ചെയ്തിരിക്കുക. കാർഡിയോളജിസ്റ്റ്, റേഡിയോഗ്രാഫിസ്റ്റ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. പിന്നെ ആ റൂമിന്റെ ആ ടേബിളിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേമാതിരി തന്നെ ചില ലൈറ്റ് മെഷീൻ എന്നൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ നമ്മള് നേരത്തെ പ്രൊട്ടക്റ്റീവ് സോണ്, ക്ലീൻ സോണ്, സ്റ്റെറിൽ ആസ്പെക്ട് സോൺ, ഡിസ്പോസൽ സോൺ എന്നൊക്കെ പറഞ്ഞ ആ സോണിന്റെ കീഴിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഓർഡർ വെക്കാം. അപ്പൊ അതായത് അത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരില്ല ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ചിട്ട്. അപ്പൊ എന്താണ് ഇപ്പൊ പ്രീ അനസ്തീഷ്യ, അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ് പൊതുവെ നമ്മള് മോഡുലർ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രധാനമായിട്ടും മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ അത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും നല്ല ഇതും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനോട് ചേർന്നുള്ള ഒരു ഭാഗം, ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അവിടെ ബാക്കിയുള്ള കുറെ സാധനങ്ങളൊക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടാകും. അതായത് സർജിക്കൽ ലൈൻസ്, ലൈൻസ്, EC, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സും കൂടി അവൈലബിൾ ആയിട്ടുള്ള സ്കാനർ, CT സ്കാനർ, MRI സ്കാനർ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്താണ് CSSDയുടെ ഫുൾ ഫോം എന്താണ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള കാര്യം. അതേപോലെ ചില ഇങ്ങനത്തെ വേർഡ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ട് വെക്കണം. TSSU എന്താണ്, അപ്പൊ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കാം. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവരെ വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 15 hours കഴിയുമ്പോഴെങ്കിലും അവരെ വാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റേജ് പിന്നെ തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. റിക്കവറി റൂമില് എന്താണ് പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞു, 15 minutes അനുസരിച്ചിട്ട് നോക്കേണ്ടതുണ്ട്. ഇനിയുള്ള ചാപ്റ്റർ ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാമോ? ഇന്ത്യയിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, ഓഫീസർ, ഇതെല്ലാം നമുക്ക് മാനേജ്മെന്റ് ഓഫ് വില്ലേജ് ലിസ്റ്റും ഉണ്ട്, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, വില്ലേജ് ലിസ്റ്റ് ഉണ്ട്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ലിസ്റ്റ് എന്ന് പറയാം. അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ പൊതുവെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതല്ലേ ഹൈറാർക്കി ഉണ്ടല്ലോ, നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്. അതിന് മിക്കവാറും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ടു ഗീവ് ദ റെക്കോർഡ്സ്, സ്റ്റാഫ് ചാർജസ് വിത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഓപ്ഷൻസ് തരുമ്പോൾ എല്ലാവരും ഓപ്ഷൻ തരും. അതിൽ നിന്ന് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഏത് വ്യക്തിയാണുള്ളത് നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങളത് മസ്റ്റായിട്ടും ഓരോരുത്തരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതില് പ്രധാനമായിട്ടും ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് ആണെങ്കിൽ അവരുടെ ഇൻഡയറക്റ്റ് കൊടുക്കേണ്ട കെയർ കൊടുത്തിട്ട് വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതിന്റെ ആ ഒരു എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ള കാര്യം വെക്കുക. ജോബ് ഓറിയന്റേഷൻ ഒക്കെ ആണെങ്കിൽ അത് ജോബിലൂടെയാണോ, ഫസ്റ്റ് വരുന്ന പെർസെപ്ഷൻ ആണോ, എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നുള്ള നോക്കുക. പിന്നെ നമ്മൾ വില്ലേജ് വേസ്റ്റ് പറഞ്ഞു, മാനേജ്മെന്റ് വില്ലേജ് വേസ്റ്റ്. വില്ലേജ് വേസ്റ്റും ലേബറും കൂടെയാണ് നമ്മൾ ജസ്റ്റ് നോക്കാനുള്ളത്. വില്ലേജ് വേസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു ഒരു പ്രധാനമായിട്ടും ഇച്ചിരി സമയമെടുത്താണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നേരം എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയായിരിക്കും. ഇനിവേ എന്താണ് ലീക്കേജ് വരാനായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിലെ വേസ്റ്റ് അത് നന്നായി തന്നെ കൈകാര്യം ചെയ്യണം. കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള റിസ്കുകൾ വരുന്നുണ്ട്. ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, അതായത് അപകടം സംഭവിക്കാം, ഇഞ്ചുറീസ് വരാം, റേഡിയേഷൻ അപകടങ്ങൾ ഉണ്ടാവാം, എൻവയോൺമെന്റിന്റെ മാത്രം പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള റിസ്കുകൾ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ആ റിസ്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ റിസ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഇനി എന്തൊക്കെ രീതിയിലാണ് ഈ സോഴ്സസ് ഈ ലീക്കേജുകൾ വരുന്നത്? ഓരോ മെഡിക്കൽ പ്രൊസീജിയർ നടത്തുമ്പോൾ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ചികിത്സിക്കുന്ന പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിബിലിറ്റി ഇപ്പൊ നമ്മുടെ വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് മൊത്തത്തിൽ ഡിസ്പോസ് ചെയ്യുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട്, അതേപോലെ തന്നെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ നമുക്കറിയാം. ഹോസ്പിറ്റലിലെ ലീക്കേജ് ചെറുതാണെങ്കിലും അതിലെന്താണ് കൂടുതൽ അണുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കെയറായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് കണ്ടായിരുന്നു. ഓരോന്നിന്റെയും അല്ലെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ളത് ഉണ്ടെന്നുള്ളത്. അതിലെ ലീക്കേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റിൽ വരുന്ന സ്റ്റെപ്സ് ആദ്യം തന്നെ റെസ്പോൺസ് പ്ലാൻ ഉണ്ടാക്കണം. അവർക്ക് എന്താണ് കൃത്യമായിട്ട് എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാനായിട്ട് അവൈലബിൾ ആക്കണം. ട്രെയിൻ ആൻഡ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഓരോന്നും ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്ലേസുകളിൽ തന്നെ ഡിസ്പോസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള അല്ലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന കുറച്ച് ഇതുണ്ട്. അത് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും അതെ റെക്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 2, 3, 4 അതിലുള്ള സ്പില്ലേജ് വേസ്റ്റും റെക്ടിഫിക്കേഷൻ വരുന്നത് തന്നെയാണ്. അതായത് ആ ഭാഗത്ത് എന്താണ് എത്രത്തോളം സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത് അത് ക്ലീൻ ചെയ്തെടുക്കാൻ എന്ത് തരത്തിലുള്ള എന്താണ് യൂസ് ചെയ്യേണ്ടത്, ആ യൂസ് ചെയ്തിരിക്കുന്ന വസ്തുക്കളെല്ലാം എവിടെ നിക്ഷേപിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരേപോലെ തന്നെയാണ് അവസാന റിപ്പോർട്ട് തയ്യാറാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടാണ് അല്ലെ. എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്ര തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഫ്ലൂയിഡ്സുകൾ, ഇതൊക്കെ എന്താണ് അണുക്കൾ നിറഞ്ഞ ഫ്ലൂയിഡ്സ് ആവുന്നത് രോഗാവസ്ഥയിലാകുമ്പോഴാണ്. അത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ഓർക്കാം. മെർക്കുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ലോഹമാണ്. അത് രാസപ്രവർത്തനം നടത്താൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണം. ഷാർപ്പ് എന്നുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ അത് നല്ല കൃത്യമായിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മുറിവുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതുമായി ലീക്കേജ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുകയും വേണം എന്നുള്ള കാര്യമൊക്കെ അതിനുണ്ട്. കെമിക്കൽ ആണെങ്കിൽ അതിന്റെ നോക്കാം. ഇപ്പൊ മൈനർ ആണോ മേജർ ആണോ എന്ന് നോക്കാം. മൈനർ ആണെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മൈനർ ആണെങ്കിൽ എന്താണ് അത് ഇമീഡിയറ്റ്ലി മറ്റാരും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തൊന്ന് നോട്ടിഫൈ ചെയ്യുക. മേജർ ആണെങ്കിൽ എന്താണ് നമ്മൾ മസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇൻഫോം ചെയ്യേണ്ടതുണ്ട് അല്ലെ. നോട്ടിഫൈ അത് ഇമീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് എന്താണ് സേഫ്റ്റി ഓഫീസർ, എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ടുള്ള ഓഫീസറെ നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. മറ്റേതാണെങ്കിൽ നമുക്കറിയാം അത് മൈനർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യുക, മറ്റാരും വരരുതെന്ന് പറയുക, ഐസൊലേറ്റ് ചെയ്യുക, അത് തിരിച്ചു വെക്കുക. വീണ്ടും അവിടേക്ക് എന്തെങ്കിലും ചെറുതാവുമ്പോൾ നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും, അതായത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ട് അത് അബ്സർവ് ചെയ്യാൻ പറ്റുന്ന പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗമൊക്കെ വലിച്ചെടുത്ത് അവിടെ ഏതെങ്കിലും സൊല്യൂഷൻസ് അത് മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ചെയ്തിട്ട് അതേ അത്ര അളവിൽ തന്നെ ആ സൊല്യൂഷൻസ് എത്ര സമയം അവിടെ ഉപയോഗിക്കണം അത്രയും സമയം തന്നെ ഉപയോഗിച്ച് അവിടെ അണുക്കളൊക്കെ നശിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയമൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് കുറച്ച് സമയമൊക്കെ എന്താണ് ഉപയോഗശൂന്യമാക്കിയതിന് ശേഷം അവിടെ ഒന്നും ഇല്ല എന്ന് ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് അത് ഉപയോഗപ്പെടുത്താം. മേജർ ആണെങ്കിൽ എന്താണ് നോട്ടിഫൈ അതേഴ്സ് ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസറെ കൊണ്ടുവന്ന് അവരെ കൈകാര്യം ചെയ്യണം അല്ലെ. നമ്മള് ഫയർഫോഴ്സ് ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ആ ഭാഗത്ത് എല്ലാവരും എത്രയും പോകേണ്ടതുണ്ട്. പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും വരാതിരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിയുണ്ടോ അതൊക്കെ നിരീക്ഷിക്കണം. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം അവര് മേൽനോട്ടത്തിലായിരിക്കും അല്ലെ. നമ്മുടെ എമർജൻസിയുടെ അറിയിക്കുന്നത് മേൽനോട്ടത്തിലായിരിക്കും ബാക്കി കാര്യങ്ങൾ. റെഡി ഐറ്റംസ് വേസ്റ്റ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കിരണങ്ങളൊന്നും ശരീരത്തിന് പറ്റി പഠിക്കാതിരിക്കാൻ പ്രോപ്പർ പ്രൊട്ടക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടാണ് അവിടെ പോകേണ്ടത്. ലബോറട്ടറിയിലും നമ്മൾ കണ്ടായിരുന്നു, അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ ഉദ്ദേശിച്ചൊന്നും ഇല്ല. നമ്മുടെ നിങ്ങളുടെ ഫോമുകളൊക്കെ ഓർമ്മ വെച്ചിട്ട് ഓരോ ആക്ഷൻ ലേബർ റൂം സിമ്പിൾ ആണ്, നിങ്ങൾ വായിച്ചിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, എനിവേ നമുക്ക് നമ്മളുടെ നിങ്ങൾ മാനേജ്മെന്റ് പറയുന്ന തരത്തില് എക്സാമിന് റെഡിയാകുക. പ്രത്യേകിച്ചൊന്നുമില്ല, വായിച്ചു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കുന്ന തരത്തിലുള്ളത് എല്ലാവരും വായിച്ചു നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു മിസ്.